ഇവിടെ ചർച്ച ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ട വിഷയം ഇന്ത്യയിലെ സ്ത്രീ സുരക്ഷാ നിയമങ്ങളും യാഥാർത്ഥ്യങ്ങളും എന്നതാണ്. 63 രാജ്യങ്ങളെ മറികടന്ന് 1,53,000 കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഒരു ഗ്രാമത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു ഭാര്യയും ഭർത്താവും. ആ ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് തന്നെ തൻ്റെ ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കുകയും ബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്തു എന്ന് തൻ്റെ ഭർത്താവിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പോസ്റ്റ് മുഖേനയാണ് ലോകമൊട്ടാകെ ചർച്ച ചെയ്യുന്നത്. ആ സംഭവം നടന്നത് നമ്മുടെ ഇന്ത്യയിലാണ് എന്നതാണ് അതിലേറ്റവും മർമ്മപ്രധാനമായ കാര്യം. സ്ത്രീകൾ പ്രധാനമായും നമ്മളുടെ രാജ്യത്ത് കടുത്ത വിരുദ്ധത അനുഭവിക്കുന്നുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ ദൈനംദിനം വർദ്ധിച്ചു വരുംതോറും അവർക്ക് ഒരു വീടുകളിൽ 4 ചുമരുകൾക്കുള്ളിൽ പോലും സ്വതന്ത്രമായി ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നിടത്തേക്ക് വരെ നമ്മുടെ മഹത്തായ ജനാധിപത്യത്തെ കാതലായി സൂക്ഷിക്കുന്ന, ജനങ്ങൾക്ക് പൂർണ്ണമായും പരമാധികാരം നൽകുന്ന ഇന്ത്യ എന്ന രാജ്യത്ത് സാധിക്കുന്നില്ല എന്നതാണ് തീർത്തും ഖേദകരമായി എനിക്കിവിടെ അവതരിപ്പിക്കാനുള്ളത്. മുത്തലാഖും പാർലമെൻറ്റും നിയമസഭയും പോലത്തെ അനാവശ്യമായ, അവർക്ക് അടിസ്ഥാനപരമായി നൽകേണ്ട കാര്യങ്ങൾക്കപ്പുറത്ത് ഇത്തരം കാര്യങ്ങളെ ചർച്ച ചെയ്യുന്നതിനേക്കാൾ ഉപരി അവരുടെ സ്വയം ശരീരത്തിൻ്റെ ഭാവിയെയും സംരക്ഷണതയെയും അവരുടെ ജീവിതത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള കാര്യങ്ങളെയും നല്ല രീതിയിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ തീർത്തും ഞങ്ങളുടെ രാജ്യത്തിന് നല്ല ഒരു സ്ത്രീ സംരക്ഷണം ഏർപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഇവിടെ എനിക്ക് പ്രധാനമായും ഓർമ്മപ്പെടുത്താനുള്ളത്. ഇത്തരം സുപ്രധാന വിഷയങ്ങളെ കണ്ടില്ലെന്ന് വെച്ചുകൊണ്ട് ഒരുതരം വംശീയതയ്ക്കും കൂട്ടക്കൊലക്കും ഒരുതരം വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്നത് പോലെയുള്ള വാദങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുറ്റാരോപണങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി മറ്റു മതവിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അങ്ങനെയുള്ള ന്യൂനപക്ഷങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചർച്ചകളെ നീക്കി അടിസ്ഥാനപരമായ സ്ത്രീകളുടെ വിഷയങ്ങൾ കാര്യമായും ഇന്ന് ഇന്ത്യയിൽ ചർച്ച ചെയ്യുന്നില്ല എന്നിടത്തേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത്. ഒരു രാജ്യത്തിൻ്റെ അവസ്ഥയെ മനസ്സിലാക്കണമെങ്കിൽ ആ രാജ്യത്തിലെ സ്ത്രീകളുടെ അവസ്ഥയെ മനസ്സിലാക്കിയാൽ മതിയാവുമെന്ന നമ്മളുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്ക് എത്രത്തോളം ശരിയാണ്. ഇന്ന് നിലവിൽ ഇന്ത്യയിലെ സ്ഥിതി നാം അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ, വംശീയ കലാപങ്ങൾ അരങ്ങേറുന്ന ഒരു രാജ്യത്തിൽ ആൾക്കൂട്ടങ്ങൾ സ്ത്രീകളെ നഗ്നമാക്കി തെരുവീതികളിലൂടെ നടക്കിക്കൊണ്ടു പോകുമ്പോഴും, ഗുജറാത്ത് പോലത്തെ കൂട്ടക്കൊലകൾ അവിടെ സംഭവിപ്പിക്കുമ്പോഴും, ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ മുസ്ലിം സ്ത്രീകളെയും മറ്റു സ്ത്രീകളെയും അവർക്കുള്ള അവകാശങ്ങളെ തുല്യമായി നൽകാതെ അവരുടെ അവകാശവാദങ്ങളെ തെറ്റായി ധരിപ്പിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ പോക്ക് പോകുമ്പോഴും, അങ്ങനെയുള്ളവരുടെ മുന്നിലേക്കാണ് നിർഭയ കേസ് പോലത്തെ മറ്റു ഏതെങ്കിലും കേസുകൾ ഇങ്ങനെ ഉടലെടുക്കുമ്പോൾ മാത്രം അതിൻ്റെ പേരിൽ 2-3 ദിവസം ചർച്ചകൾ കത്തിയാളിക്കുകയും അതിൻ്റെ പേരിൽ നിർഭയ നിയമം മറ്റു തുടങ്ങിയ പീനൽ കോഡ് പ്രകാരം 376 ബലാത്സംഗ ശിക്ഷ, സൈബർ ആക്രമണങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ പേരുള്ള സൈബർ ക്രൈം നിയമം ഇങ്ങനെ തുടങ്ങി പല നിയമങ്ങളും ചട്ടക്കൂടുകളും ഉണ്ടാക്കുന്നു എന്നതല്ലാതെ അതിൻ്റെ വസ്തുതാന്വേഷണം നാം ചർച്ച ചെയ്യുകയാണെങ്കിൽ ഒരു നിലക്കും ഞങ്ങളുടെ രാജ്യത്ത് സ്ത്രീകൾക്ക് സ്വതന്ത്രമായ അവകാശം ലഭിക്കുന്നില്ല എന്നിടത്തേക്ക് തന്നെയാണ് പോകുന്നത്. നമ്മളുടെ രാജ്യം ഒരു ജനാധിപത്യത്തെ, അവിടുന്ന് ദീർഘവീക്ഷണമുള്ള രാഷ്ട്രശില്പികൾ അന്നത്തെ കാലഘട്ടത്ത് ഭരണഘടനയ്ക്ക് തുടക്കം കുറിക്കുമ്പോൾ വ്യത്യസ്തമായ പല ചർച്ചകളും ഉയർത്തെഴുന്നേൽന്നിരുന്നെങ്കിലും, പക്ഷേ ദീർഘവീക്ഷണമുള്ള രാഷ്ട്രശില്പികൾ എല്ലാ ജനങ്ങളെയും, ഈ രാഷ്ട്രത്തിലെ ഓരോ പൗരന്മാരെയും ഓരോ സ്ത്രീകളെയും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യൻ ജനത എന്ന മഹത്തായ പ്രമേയത്തോടുകൂടി ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തുടങ്ങാൻ തന്നെ കാരണം എല്ലാവർക്കും തുല്യാവകാശം നൽകണമെന്നാണ്. ഇവിടെ ഞാൻ പ്രധാനമായും വീക്ഷിക്കേണ്ടത്
സൗദി അറേബ്യ പോലത്തെ അവർ എങ്ങനെയാണ് സ്ത്രീകൾക്കും പൗരന്മാർക്കുമെല്ലാം തുല്യമായ അവകാശങ്ങളെ നൽകുന്നത്? അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയായിരുന്നു സ്ത്രീകളോട് കൽപ്പിച്ചത്? പിറന്ന കുഞ്ഞ് പെണ്ണാണെന്നറിഞ്ഞാൽ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് കരിമ്പാറ തലക്കിട്ട് ചതച്ചു കൊല്ലുന്നവർക്ക് മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുകയും സ്ത്രീ റഹ്മത്താണെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ആ സമുദായത്തിലേക്കാണ് നാം വീക്ഷിക്കേണ്ടത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സ്ത്രീ സംരക്ഷതയെ കൃത്യമായി വീക്ഷിച്ച് രാജ്യത്തിന് നല്ലൊരു പുരോഗതി ഉണ്ടാക്കാൻ നമ്മൾ മുഖേന കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.